വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, KN ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ ഒരൊറ്റ വാചകം മാത്രം മതിയാവും ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ രചന എന്നാണ് KN ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തിയത്. അദ്ദേഹം തന്നെ പറയുണ്ടായി, ഇങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ഡോക്ടർ ബഷീർ KNൻ്റെ അടുത്ത് വന്നിട്ട് ഇത് വായിച്ചു നോക്കൂ എന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുന്നത്, നമുക്കിതുപോലൊരു KN ഉള്ളത് എത്ര വലിയൊരു പുണ്യമാണെന്നാണ് ഞാനപ്പോൾ ആലോചിച്ചത്. ഇതുപോലെ ഒരു പോക്കർ സാറുള്ളത് എത്ര വലിയ പുണ്യമാണ്. നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ അത് കൊണ്ടുപോയി കാണിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും എഴുത്തിലൂടെ കടന്നു പോയിട്ടുള്ള നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രതിസന്ധി. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ഞാനും ഇതുപോലെ അതെനിക്ക് ആരെയും കാണിക്കാൻ കഴിയാത്തൊരു പുസ്തകമായിരുന്നു. അപ്പം ഞാൻ ആദ്യം കൊണ്ടുപോയത് KNൻ്റെ അടുത്തായിരുന്നു. KNുമായിട്ടും സാറ് പറയുന്ന ആശയങ്ങളുമായിട്ടൊന്നും ഒത്തുചേരുന്ന ഒരു പുസ്തകമായിരുന്നില്ല അത്. എങ്കിൽ കൂടി എന്നെ അത്യന്തം സ്നേഹത്തോടെ ആശ്ലേഷിക്കുകയും എൻ്റെ പുസ്തക പ്രകാശനത്തിന് വന്നെത്തുകയും ചെയ്തതിലുള്ള നന്ദി ഞാൻ ഒന്നുകൂടി അനുസ്മരിക്കുകയാണ്. ഇത്രയും പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ സംസാരിച്ചതിന് ശേഷം ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിത് വായിച്ചു. ഈ പുസ്തകം വായിക്കുക എന്ന സാഹസിക ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാനിത് വായിച്ചു. അതിൽ എൻ്റെ അങ്ങേയറ്റത്തെ സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചു തുടങ്ങിയപ്പം മൻസൂർ അലി സാറാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്നെ ഒന്ന് ആക്കിയതാണോ ഞാൻ ചോദിച്ചു. പക്ഷെ പറഞ്ഞു, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കുറച്ചുകൂടി കണക്റ്റഡ് ആവും എന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഇത് എല്ലാവരുടെയും കൂടി സബ്ജക്റ്റാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആകമാനം ഫാക്കൽറ്റിയാണ്. ഈ പുസ്തകം സയൻറ്റിഫിക് ലോകമാണ് വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഗ്രന്ഥത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കാം. ഞാൻ ഈ പുസ്തകം വായിച്ച് തുടങ്ങുമ്പോൾ പോക്കർ മാഷ് പറഞ്ഞ പോലെ നമുക്ക് എന്തും ഇതുപോലെയുള്ളതൊക്കെ അങ്ങ് വായിച്ച് മനസ്സിലാക്കി കളയാം എന്നുള്ളൊരു അമിത ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് വായിക്കാനിരുന്നത്. വായിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകപ്പാടെ ഒരു വെപ്രാളം വന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇത് 2 കൂട്ടരെയാണ് ഇടിക്കുന്നത്. 2 കൂട്ടരാണുള്ളത്. ഇതിവിടെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന മതമാണ് ഒരു ഭാഗം, ഉൽപ്പത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന ശാസ്ത്രമാണ് വേറൊരു ഭാഗം. ഈ 2 കൂട്ടരെയും യാതൊരു ദയയും ഇല്ലാണ്ട് ഇടിക്കുകയാണ് ഈ പുസ്തകം ചെയ്യുന്നത്. അപ്പം ഞാൻ ഏറെ കാലമായി മതത്തിൻ്റെതായിട്ടുള്ള ഉൽപ്പത്തി വിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും ശാസ്ത്രം എനിക്ക് വളരെ മുറുകെ പിടിക്കുന്ന ഒന്നാണ്. അതിലുകൂടി അടി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിനി എന്ത് ചെയ്യും? അതായത് മതവിശ്വാസത്തിൽ നിന്നും ഇതുപോലെയുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നമ്മൾ പിടിക്കുന്ന കൈ ശാസ്ത്രത്തിൻ്റെതാവുമ്പോൾ അതിനെ കൂടി ഒരാൾ അടിക്കുമ്പോൾ നമ്മൾക്ക് ഇത്തിരി പ്രയാസപ്പെട്ടേ ഒക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ പുസ്തകം വായിച്ചു തീരുന്നത് വരെ എനിക്ക് അടി കിട്ടിക്കൊണ്ടേയിരുന്നു. ആദ്യത്തിൽ ഞാൻ ഈ പുസ്തകം എനിക്ക് തന്ന ആളിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, എനിക്ക് 2 രീതിയിലാണ് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത്. ഒന്നുകിൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആള് എനിക്കറിയാവുന്ന അത്ര പോലും ഇവല്യൂഷനെ കുറിച്ച് അറിയാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയിട്ടുള്ള ആള് എനിക്കറിയാവുന്നതിൽ എത്രയോ മുകളിൽ ഇവല്യൂഷനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. നമ്മൾ പറയില്ലേ, ഇത് ശരിക്കും അറിയാവുന്ന ആൾ തന്നെയാണോ എന്ന് ചിലപ്പോൾ നമുക്ക് ചില ബുദ്ധിജീവികളെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അത് തോന്നാറുണ്ട്, ഇവർക്ക് ഇത് ശരിക്കും അറിയാവുന്നതാണോ എന്ന്. പക്ഷേ ഈ പുസ്തകത്തിന്റെ അവസാനത്തെ വരി വായിച്ചു വെക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ശരിക്കും അറിയാവുന്ന ഒരാളാണ്. ശരിക്കും അറിയാവുന്ന ആളുകളെയാണ് നമ്മൾ പല വിഷയങ്ങളിലും കാണാതെ പോകുന്നത്. അപ്പം നിങ്ങളൊക്കെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ പാഷനേറ്റ്ലി മുന്നോട്ട് പോകുന്നവരായിരിക്കും. ചിലർ സംഗീതമാവാം, ചിലർ നൃത്തമാവാം, ചിലർ എഴുത്താകാം, ചിലർ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ചിന്തകളിലൊക്കെ ആവാം. അപ്പം ഈ വഴിയിലൊക്കെ സഞ്ചരിക്കുമ്പോഴും നമ്മൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ അഗ്രഗണ്യന്മാരെ കാണാൻ കിട്ടുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനെയായിരിക്കും ചിലപ്പോൾ ഗുരു എന്നൊക്കെ പറയുന്നത്. എന്തിലാണോ നമ്മൾ ഇൻട്രസ്റ്റഡ് ആകുന്നത് അതിൻ്റെ തലതൊട്ടപ്പനെ കാണാൻ കിട്ടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും അത്യന്തം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്ര കുതുകിയായ മനുഷ്യന് ഇതിനോളം വലിയ ഒരാളെ ഇപ്പം കാണാൻ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് KN പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ പിന്തുണയ്ക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി ഈ പുസ്തകത്തിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഓഡിയൻസിൽ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ വളരെ ഗഹനമായ കാഴ്ചപ്പാടുകളെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയേയില്ല.
ഇപ്പം എൻ്റെ സ്റ്റുഡൻറ് സുവോളജി കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയുന്ന വിഷയമാണെങ്കിൽ പോലും NSSലെ കുട്ടികൾക്ക് ഇത് എത്ര മാത്രം ഉൾക്കൊള്ളാനാവും എന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും വലിയ ബോറായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാവുന്നതാണ്, യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, യു ആർ ഫ്രീ ടു ഗോ. പിടിച്ചു വെക്കുമോ നിങ്ങളെ NSSകാര്? ഇല്ല. ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമേ നമുക്ക് ഇന്നത്തെ ദിവസം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പുസ്തകം ഡിസർവ് ചെയ്യുന്നത്, ഞാൻ ഓർത്തു കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഫറൂഖ് കോളേജിൽ വന്ന് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഒരു ഡിസ്കഷന് വേണ്ടി ഫറൂഖ് കോളേജിൽ വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിസർവ് ചെയ്യുന്നത് സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ വലിയൊരു അറ്റൻഷനാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും ക്യാമ്പസിൽ ശാസ്ത്ര കുതുകികളായിട്ടുള്ള മറ്റനേകം പേർക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തരും തന്നെ അദ്ദേഹത്തോട് ഡോക്ടർ ബഷീർ സാറിൻ്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് സാർ ഈ സാറിൻ്റെ പുതിയ ആശയങ്ങളെ സാറൊന്ന് പ്രസൻറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിൽ നിന്ന് അത് ഡയറക്റ്റ് കേൾക്കാനും അതിനെ കൗണ്ടർ ചെയ്യാനും ആ ഒരു പർട്ടിക്കുലർ സെമിനാർ സംഘടിപ്പിച്ച് അതിനകത്ത് കൗണ്ടർ ചെയ്യാനും കൂടിയുള്ള അവസരം ഉണ്ടാവണം എന്നാണ് ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ വിഷയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉൽപ്പത്തി. ഇതേ വിഷയം ഒരു 5-6 വർഷം മുമ്പ് ഞാൻ ഇതിൽ വായിച്ചൊരു പുസ്തകമാണ്, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ്. അതിനകത്ത് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മാൻ കൈൻഡ് അല്ലേ, ആ ടൈറ്റിൽ തന്നെ വളരെ ക്യാച്ചിങ് ആണ്. നമ്മൾ അതൊരു ഹിസ്റ്റോറിയനാണ് എഴുതിയിട്ടുള്ളത്. അപ്പം ആ പുസ്തകം വാങ്ങിച്ച് ഞാൻ ഉടനീളം വലിയ താല്പര്യത്തോടുകൂടി വായിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം ഇതേ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ബുക്ക് ഇപ്പോഴാണ് വായിക്കുന്നത്. അപ്പം ഞാനിതിന് ഹരാരിയുടെ സാപ്പിയൻസിനോട് തുലനം ചെയ്ത് സംസാരിക്കുമൊന്നുമല്ല. ബട്ട് ഹരാരി ആ പുസ്തകത്തിൽ ഉടനീളം ചെയ്തിട്ടുള്ളത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് തിയറികളുടെ ബലത്തിൽ അദ്ദേഹം ഒരു ഹ്യൂമൻ ഹിസ്റ്ററി ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചെയ്തത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് തിയറികളുടെ ബലത്തിലാണ് അദ്ദേഹം അത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. പക്ഷെ ഇദ്ദേഹം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ തിയറികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതുപോലൊരു പുസ്തകം എഴുതുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മൗലികമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരാളുടെ മൗലികമായിട്ടുള്ള ഒരു രചന എന്നുള്ള നിലയിൽ ഇത് ഹരാരിയുടെ പുസ്തകത്തിന്റെ അപ്പുറം എന്നെ ആകർഷിച്ചു എന്നുള്ളത് പറയാതെ വയ്യ. ഇത് ഈ പുസ്തകത്തെ സമർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ കാച്ചിങ് ആയിട്ട് തോന്നി. ഞാൻ വായിക്കാം. മാനവരാശിക്ക് മഹത്തായ സംഭാവനകൾ അർപ്പിച്ച എല്ലാ ശാസ്ത്രജ്ഞർക്കും സൃഷ്ടിവാദവും പരിണാമ സിദ്ധാന്തവും വിശ്വാസങ്ങളായി കൊണ്ടു നടക്കാത്ത നിഷേധികൾക്കുമായി സവിനയം സമർപ്പിക്കുന്നു. ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ് നിഷേധികൾ. ശാസ്ത്രജ്ഞന്മാർക്ക് സമർപ്പിക്കുന്നു. അദ്ദേഹം ശാസ്ത്രത്തിന്റെ കൂടെ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാർക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിന്റെ കൂടെ തന്നെ പരിണാമവാദത്തെയോ സൃഷ്ടിവാദത്തെയോ പൂർണ്ണമായിട്ടും അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഏത് വാദമായാലും അത് അവനവനുള്ളിൽ വെച്ച് നമ്മുടെ മനസാക്ഷിക്ക് ഉള്ളിൽ വെച്ച് വാദപ്രതിവാദം ചെയ്യാതെ അംഗീകരിക്കില്ല എന്ന് വിചാരിക്കുന്ന നിഷേധികൾക്കായിട്ടാണ് ഈ പുസ്തകം സമർപ്പിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് തോന്നി. നിഷേധികൾ എപ്പോഴും പുറത്താക്കപ്പെടുന്നവരാണ് അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കഥ പറയാം. നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ആദമിന്റെ കഥയാണ്. ആദം എന്ന് പറയുന്നത് ആദ്യത്തെ മനുഷ്യനായിട്ട് നമ്മൾ പറയാറുണ്ട്. ഞാൻ അതിന്റെ റിലീജിയസ് പെർസ്പെക്റ്റീവിലല്ല പറയുന്നത്, അതിലൊരു ഭംഗിയാണ്. അതിനകത്ത് ആദം എങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യനാകുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനായ ആദമിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നിഷേധമായിരുന്നു അല്ലേ? നിഷേധമായിരുന്നു. നിഷേധം എന്താ? പറഞ്ഞത് കേൾക്കാതിരിക്കുക എന്നുള്ളതല്ലേ? നമ്മളൊക്കെയും നിഷേധം എന്ന് പറയുന്നത് ഈ നിഷേധത്തിൽ നിന്നാണ്, ഏതൊരു നിഷേധിയിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോഴേ എന്നെ അട്രാക്ട് ചെയ്തത് ഇദ്ദേഹം ഒരു വലിയൊരു നിഷേധിയായിരിക്കും. എന്തിനെങ്കിലുമൊക്കെ നിഷേധിച്ച ആൾക്കാരെ കാണുന്നത് തന്നെ ഒരു സുഖമാണ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ അവസാനം ഇദ്ദേഹം നിർത്തുന്നത്, സമർപ്പണം ഞാൻ വായിച്ചു, അവസാനം ഇദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അല്പമെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരാളും ഈ ഗ്രന്ഥം വായിക്കേണ്ടതില്ല. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമ്മളുടെ വിശ്വാസത്തിൽ, നമ്മളുടെ അറിവിൽ എപ്പോഴെങ്കിലും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നാത്ത ആരും ഈ പുസ്തകം വായിക്കേണ്ടതില്ല. അങ്ങനെ തോന്നുന്നവരുണ്ടോ? ശാസ്ത്രവാദികളാണെങ്കിൽ അങ്ങേയറ്റം ശാസ്ത്രവാദികളായിരിക്കും, മതവാദികളാണെങ്കിൽ അങ്ങേയറ്റം മതവാദികളായിരിക്കും. ഇതിനിടയിൽ ഇപ്പോഴും സന്ദേഹവാദികളാണ് ഏറ്റവും മനോഹരമായത് മനുഷ്യരാശിക്ക് സമ്മാനിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്തായാലും ഈ സന്ദേഹത്തെ കൂട്ടുപിടിച്ച്, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഉരുവം കൊണ്ട് വർഷങ്ങളായി താലോലിച്ച സന്ദേഹങ്ങളെ കൂട്ടുപിടിച്ച് ആരുമില്ലാത്ത നേരങ്ങളിൽ ഈ തിരക്കുകൾക്കിടയിലും അദ്ദേഹം എഴുതിയുണ്ടാക്കിയ ഒരു മഹത്തായ ഗ്രന്ഥമാണെന്ന് മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ നിഷേധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ വളരെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു, ഞാൻ ഗ്രന്ഥത്തിലേക്ക് വരാട്ടോ കഴിയാണ്, നമ്മൾ വളരെ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു പ്രയോഗമാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അപ്പം നിഷേധികളുടെ ഒരു ക്വാളിറ്റി ആയിരിക്കണം സ്വതന്ത്ര ചിന്ത, അല്ലെ? എന്താണ് സ്വതന്ത്ര ചിന്ത? പറയാമോ ആർക്കെങ്കിലും? എന്താണ് സ്വതന്ത്ര ചിന്ത? എന്തിൽ നിന്നാണ് ചിന്ത സ്വാതന്ത്ര്യപ്പെടേണ്ടത്? എന്താ? സ്വതന്ത്ര ചിന്തയെ കുറിച്ച് ഒരുപാട് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. റസലിന്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാം. നിങ്ങൾ എപ്പോഴാണ് സ്വതന്ത്ര ചിന്തകനാകുന്നത് എന്നുള്ളതിന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: വെൻ യു ആർ ഫ്രീ ഫ്രം, എന്തിൽ നിന്നാണ് ഫ്രീ ആവേണ്ടതെന്നാണ് കേട്ടോ പറയണത്. നിങ്ങളുടെ ഫോഴ്സ് ഓഫ് ട്രഡീഷൻ, നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ട്രഡീഷന്റെ ഫോഴ്സിൽ നിന്നും സ്വതന്ത്രമാവുമെങ്കിൽ നിങ്ങൾ സ്വതന്ത്ര ചിന്തകനാവും. പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ടൈറണി ഓഫ് യുവർ പാഷൻ എന്ന് പറയുന്നത്. റസൽ എന്താണ് ടൈറണി ഓഫ് യുവർ പാഷൻ? നമ്മുടേതായിട്ടുള്ള പാഷന്റെ, നമ്മളുടേതായിട്ടുള്ള കാമനകളുടെ, ആഗ്രഹങ്ങളുടെ പിടുത്തത്തിൽ നിന്നും മനുഷ്യൻ ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് മറ്റുള്ളവരാരും ഒന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് നമ്മളുടെ തന്നെ കാമനകളും നമ്മളുടെ തന്നെ പാഷനുമാണ്, അല്ലെ? നമ്മളുടെ പ്രിയങ്ങളും തീരാത്ത ആഗ്രഹങ്ങളുമാണ്. അപ്പൊ ഇതിൽ നിന്നും, ട്രഡീഷനിൽ നിന്നും സ്വതന്ത്രമാവണം. അവനവനിസത്തിൽ നിന്നും സ്വതന്ത്രമാകുന്നതിനാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. അങ്ങേയറ്റം സ്വതന്ത്ര ചിന്താപരമായി ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണെന്നാണ്. ഇതിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്തകന്റെ വലിയ രീതിയിലുള്ള ആക്രോശങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റി. ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. ഒരു എഴുത്തുകാരന്റെ ശബ്ദം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ, എഴുത്തുകാരനും വലിയ ഏകാന്തതയിൽ ഇരുന്നിട്ടാണല്ലോ ഒരു സൃഷ്ടി വരുന്നത്. അതുപോലെ നമ്മൾ വായിക്കുമ്പോഴും അത്യന്തം ഏകാഗ്രമായിട്ടായിരിക്കും ഒന്ന് വായിക്കുന്നത്. അപ്പൊ ഇവർ രണ്ടു കൂടി ഒരു കണക്ഷൻ ആവാനുണ്ട്. അതുപോലെ എനിക്ക് ഇദ്ദേഹത്തെ പലയിടത്തും കണക്ഷൻ കിട്ടി എന്നുള്ളത് ഞാൻ ഇദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവല്യൂഷൻ എല്ലാ കാലത്തും ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ഇറ്റ്സ് ഓൾവേസ് ബീൻ എ ഹോട്ട് ടോപ്പിക്. കാര്യം, ഇവല്യൂഷന് രണ്ട് വാദക്കാരാണ്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു വാദവുമുണ്ട്, സൃഷ്ടിവാദവുമുണ്ട്. നമുക്കറിയാം, നമ്മളിവിടെ അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ഇതിൽ ഏറ്റുമുട്ടാറുള്ളത് ശാസ്ത്രവാദവും സൃഷ്ടിവാദവും തമ്മിലാണ്. ഇവല്യൂഷനിൽ ഏറ്റുമുട്ടാറുള്ളത് ശാസ്ത്രവാദവും സൃഷ്ടിവാദവും പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ ആ ഏറ്റുമുട്ടലിന് യാതൊരു സൗന്ദര്യവും ഉണ്ടാവില്ല. കാര്യം, രണ്ടുപേര് രണ്ട് ടൂളുകളിൽ നിന്നാണ് സംസാരിക്കുന്നത്. രണ്ടുപേര് സംസാരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണമെങ്കിൽ ഒരേ ലാംഗ്വേജ് സംസാരിക്കണം. നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തോന്നും നമ്മൾ പറയുന്നത് അയാൾക്ക് മനസ്സിലാവേ ഇല്ല, ഈവൻ ദോ വി ആർ യൂസിങ് ദ സെയിം ലാംഗ്വേജ്. വൈബ് കറക്റ്റ് ആവില്ല എന്ന് നമ്മൾ പറയും, അല്ലെ? അതുപോലെ തന്നെ ശാസ്ത്രവാദികളും മതവാദികളും തമ്മിലുള്ള ഈ സംഘടന വളരെ ബോറിംഗ് ആയിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. രണ്ടാളും ഒരിക്കലും ഒരേ ടൂൾ ഉപയോഗിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഡോക്ടർ ബഷീർ ശാസ്ത്രത്തെ മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സൗന്ദര്യം. ശാസ്ത്രം എന്താണ്? വാട്ട് ഇസ് സയൻസ്? വാട്ട് ഇസ് സയൻസ്? എന്റെ കുട്ടികൾ പറയും സയൻസ് മനുഷ്യന്റെ നിഷ്കളങ്കമായ ഒരു ഇടപെടലാണ്. എന്തിനാണ്? ഈ ലോകത്തെ മനസ്സിലാക്കാൻ, നമുക്ക് ചുറ്റുമുള്ളതിനെയൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ വളരെ നിഷ്കളങ്കമായ ഇടപെടലായിട്ടുള്ള ഫിലോസഫിയിൽ നിന്ന് പിറന്നതാണ് സയൻസ്. സയൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ബയാസ് ഉണ്ടോ? സയൻസിന് എന്തെങ്കിലും ബയാസ് ഉണ്ടാവുക സാധ്യമാണോ? ബയാസ് ഉണ്ടെങ്കിൽ അത് സയൻസ് ആവില്ല. ഓപ്പൺ മൈൻഡഡ് അല്ലെങ്കിൽ അത് സയൻസ് ആവില്ല. നിരന്തരം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് സയൻസ് അല്ല. സയൻസിന് ഒരു വ്യക്തി എന്നുള്ളതിൽ യാതൊരു പ്രാധാന്യവുമില്ല. സയൻസിന് വസ്തുനിഷ്ഠാപരമായിട്ടുള്ള സത്യത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് സയൻസ്. ഈ തരത്തിൽ സയന്റിഫിക് ആയിട്ട് നിലനിൽക്കുന്ന ഒരുപാട് തിയറത്തിനോട്, അല്ലെങ്കിൽ നമ്മളൊക്കെ നിരന്തരം ക്ലാസ്സുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വലിപ്പം, പരിണാമം എന്ന് പറയുന്നത് ഡാർവിൻ പറഞ്ഞു നിർത്തിയതല്ല. പരിണാമം, ജീവപരിണാമം എന്നുള്ളത് നിരന്തരം മോളിക്കുലാർ ഡാറ്റ വെച്ച് അപ്ഡേറ്റഡ് ആവുന്ന, ഓരോ ദിവസവും ഡാർവിൻ പറഞ്ഞതിന് കൂടുതൽ പ്രൂവ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഈ മേഖലയിൽ ഇത്രമേൽ ലോകോത്തര സയന്റിസ്റ്റുകൾ ദിവസേന അപ്ഡേഷൻസ് കൊണ്ടുവരുന്ന ഒരു മേഖലയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുമോ? നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കുമോ? ശാസ്ത്രത്തിന് ശാസ്ത്രം കൊണ്ട് മാത്രമേ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. ശാസ്ത്രത്തിനെ ശാസ്ത്രം കൊണ്ട് കൗണ്ടർ ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. ശാസ്ത്രത്തെ ശാസ്ത്രം കൊണ്ട് മാത്രമേ കൗണ്ടർ ചെയ്യാൻ പറ്റുള്ളൂ. വി നോ ദിസ്, അല്ലേ? പക്ഷേ നമ്മൾ തിയറൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൂവൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിനെ, യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിളിനെ ശാസ്ത്രം കൊണ്ട് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ആക്സെപ്റ്റഡ്. അപ്പം ഡോക്ടർ ബഷീർ അകപ്പെട്ടിരിക്കുന്നത് വലിയ കുഴപ്പത്തിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
ഇദ്ദേഹം ഇനി ഇതിനെയൊക്കെ പ്രൂവ് ചെയ്യണം. ശാസ്ത്രത്തിന്റെ രീതി അതാണ് അല്ലെ. ആർക്കും എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റുമോ ശാസ്ത്രത്തില്? പറ്റില്ല. സബ്സ്റ്റാൻഷ്യൽ എവിഡൻസസ് നിരത്തണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ പുസ്തകം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇവല്യൂഷൻ വഴിയാണ് ആദ്യ ജീവി ഉണ്ടായത്. ഇതുവഴി തന്നെയാണ് മനുഷ്യനും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ മക്കളെ? ഓക്കെ. നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് കറക്റ്റ് ആയിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ ഞാൻ പറയാൻ നോക്കാം. ഇവല്യൂഷൻ എന്നത് എന്താണ്? ഏകകോശ ജീവി സമുദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ ജലത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നു. ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഒരു പ്രൈമോഡിയൽ അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു എന്നും ആ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ അതുപോലെ ലബോറട്ടറിയിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അറിയോ? യൂറോ മില്ലർ എക്സ്പെരിമെന്റ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അങ്ങനെ നമ്മൾ അമിനോ ആസിഡുകളെ ഉണ്ടാക്കി എന്ന് അതുവരെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ കോശത്തെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അതാരും പറയാറില്ല. ഓക്കെ. എന്നിട്ട് അവിടുന്ന് നമ്മൾ പറയാണ് ഇതുവഴി കോശം ഉണ്ടായി വരുന്നു, അങ്ങനെ ഒരു സിംഗിൾ സെൽ ജീവി ഉണ്ടാകുന്നു. പിന്നെ അതിനൊരു കുറേ വർഷങ്ങൾക്ക്, ഇത് ഒരു ആദ്യത്തെ ലൈഫ് ഉണ്ടാകുന്നത് 380 കോടി വർഷങ്ങൾക്ക് മുമ്പാണ്. അവിടുന്ന് അങ്ങോട്ട് മൾട്ടി സെല്ലുലാരിറ്റി, പിന്നെ ഇങ്ങനെ കോംപ്ലക്സിറ്റിയിലേക്ക് വന്നിട്ട് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യൻ ഉണ്ടായി വന്നു എന്നാണ് പറയണത് അല്ലെ. അപ്പൊ ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയൊക്കെ പറയുമ്പം ഈ ഡാർവിനിയൻ പ്രിൻസിപ്പിളിന്റെ ബേസിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് സ്പീഷീസിൽ നിന്നും മാത്രമാണ് മറ്റൊരു സ്പീഷീസ് ഉണ്ടാകുന്നത്. ക്ലിയർ? ഒരു ജാതിയിൽ നിന്നും മാത്രമാണ് മറ്റൊരു ജാതി ഉണ്ടാകുന്നത് എന്നാണ് ഡാർവിനിയൻ പ്രിൻസിപ്പിൾ പറയണത്. ഓക്കെ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് വളരെ രസകരമാണ്, നമ്മൾ ഞെട്ടിച്ചു കളയാണ്. എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഓരോരോ സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീഷീസ് ഉണ്ടാകുന്നത് തന്നെ നിരന്തരം പല പരിണാമ ക്രിയകൾ അതിനകത്ത് നടക്കുന്നുണ്ട്. നിങ്ങൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സിലക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഈ ഇവല്യൂഷന്റെ കീ ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവല്യൂഷൻ എവിടെയാണ് ഇടപെടുന്നത് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തതകളിലാണ് ഇടപെടുന്നത്. വാരിയേഷൻ ആണ് ഇവല്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള, എന്താ പറയുക, ബേസിക് പിടിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവല്യൂഷൻ ചെന്ന് പിടിക്കുന്നത് വാരിയേഷൻസിനെയാണ്, വ്യത്യസ്തതകളെയാണ്. നമ്മളൊക്കെയും വ്യത്യസ്തരായിരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും 2 പാരന്റ്സിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അപ്പുറം റീകോമ്പിനേഷൻ ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്, അറിയാമല്ലോ, സെഗ്രിഗേഷൻ ഉണ്ട്, ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല ജനറ്റിക്സിൽ. ഇതിലെല്ലാത്തിലും കൂടി വരുന്ന ഡിഫറെന്റ് ഓരോരോ ജീവി എന്ന് പറഞ്ഞാൽ ഓരോരോ പൊട്ടിപ്പുറപ്പെടലുകളാണ്. വ്യത്യസ്തതകളെ പരീക്ഷിക്കാനാണ് പ്രകൃതിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പൊ പുതിയതാണ് പ്രകൃതി എപ്പോഴും കൊണ്ടുവരുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ഈ വ്യത്യസ്തതകളെയാണ് നേച്ചർ സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്നും ഏറ്റവും മികവുറ്റത് ഇൻ ദ സെൻസ് ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിനനുസരിച്ച് മികവുറ്റതിനെ നേച്ചർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. ഈ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൽ അതിന്റെ മേലെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. പിന്നെ ഐസൊലേഷൻ ഉണ്ട്, സ്പീസിയേഷൻ, നിങ്ങൾക്ക് അറിയാം, ജിയോഗ്രഫിക് ഐസൊലേഷൻ ഉണ്ട്. ആൻഡ് ഫൈനലി ഒരു എക്സിസ്റ്റിംഗ് സ്പീഷീസ് അങ്ങോട്ട് പൊട്ടി വീഴുന്നു. ഇതാണ് എക്സിസ്റ്റിംഗ് സയൻസ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെയും തോന്നും, എങ്ങനെയാണ് ഇത്രമേൽ മ്യൂട്ടേഷൻസും ഇത്രമേൽ വാരിയേഷൻസും ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് ഒരുപാട് കാലഘട്ടത്തിൽ കൊണ്ടുവന്ന് ഇതേ മ്യൂട്ടേഷനും വാരിയേഷനും ഒരു ആണിലും ഒരു പെണ്ണിലും വന്ന് അവര് രണ്ടുപേരും മേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സ്പീഷീസ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാവുക. ഇങ്ങനൊരു സംശയം എല്ലാ കാലത്തും ഇവല്യൂഷൻ പഠിക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും. ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഡോക്ടർ ബഷീറിനെയും ആലോചിപ്പിച്ച കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കുട്ടികളെ, പ്രൈമോഡിയൽ അവസ്ഥയിൽ ജലത്തിൽ നിന്നുമാണ് ജീവിവർഗം ഉണ്ടായതെന്നാണല്ലോ പറയണത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലാണ് ഹോട്ട് ആൻഡ് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻസ് ഒക്കെ അവൈലബിൾ ആയത്. ആ കാലഘട്ടത്തിൽ ന്യൂക്ലിക് ആസിഡുകൾ ഉരുവം കൊണ്ട് ഇപ്പോ കാണുന്ന മുഴുവൻ ജീവിവർഗത്തിന്റെയും വിത്ത് കോശങ്ങൾ പ്രകൃതിയിൽ രൂപപ്പെട്ടു. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ തിയറിയെ വിത്തും വളവും എന്നാണ് പുള്ളി പറയുന്നത്. സീഡ് ആൻഡ് ഫെർട്ടിലൈസർ തിയറി എന്ന് നമുക്ക് വിളിക്കാം. സീഡ് ആൻഡ് ഫെർട്ടിലൈസർ തിയറി എന്താ പറയണ? വിത്ത് പ്രകൃതിയിലുണ്ടായി, അതിന്റെ ഫെർട്ടിലൈസറും പ്രകൃതിയിലുണ്ടായി, അവിടെ നിന്നും ഉരുവം കൊണ്ടതാണ് എല്ലാ ജീവജാതികളും. ഒരു ജീവജാതിക്ക് മറ്റൊരു ജീവജാതിയായി ഇവല്യൂഷൻ വഴി മാറ്റി തീർക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സച്ച് എ ഹ്യൂജ് ആർഗ്യുമെന്റ്. ഈ കാലഘട്ടത്തിലെ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്ക് തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ അപ്പുറം വെയിറ്റ് ഉള്ള ഒരു ആർഗ്യുമെന്റുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തിയറിയെ
ആക്രമിക്കേണ്ടതുണ്ട് അല്ലെ? നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഏത് തിയറിയെയും കാണുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യുന്നതല്ല സയന്റിഫിക് കമ്മ്യൂണിറ്റിയുടെ രീതി എന്ന് പറയുന്നത്. കൃത്യമായിട്ടും ഇദ്ദേഹത്തിന് ആക്രമണം നൽകേണ്ടതുണ്ട്. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാന്ന് പറയുന്നത് ഏതൊരു ശാസ്ത്ര കുതിക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ തലത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ പുറകിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യം ഏതൊരു മനുഷ്യന്റെയും ബേസിക് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അതിന് ഉത്തരം തിരഞ്ഞത് നമ്മളെയൊക്കെ പോലെ തന്നെ ആദ്യം നമ്മളൊക്കെ ജനിച്ചു വളർന്ന വീടുകളിൽ ഉണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. റിലീജിയസ് ആയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും ഇദ്ദേഹത്തിന് ആദ്യം കിട്ടിയിട്ടുണ്ടാവും. നമുക്കറിയാം, ഇത്തിരി ബോധം വന്നാൽ നമ്മൾ അതിനെ കൂടുതൽ ആക്രമിച്ചുകൊണ്ടിരിക്കും, റിലീജിയസ് ആയിട്ടുള്ള. പിന്നെ നമുക്ക് കിട്ടുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പല അറിവുകളായിരിക്കും. ഈ ശാസ്ത്രീയമായ അറിവ് കൊണ്ടും ഇപ്പോൾ നിലനിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസിലോ റിലീജിയൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസിലോ സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു മനുഷ്യന്റെ ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് നിർത്തുവാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എഴുത്തുകാരന്റെ ചോദ്യം എന്നുകൊണ്ട് ഞാൻ എഴുതി വെച്ചിരിക്കാം കേട്ടോ. ദീർഘദൃഷ്ടിയോടെ മനുഷ്യൻ സൃഷ്ടിക്കുന്ന സങ്കീർണമായ സംവിധാനങ്ങളുടെ നടുവിൽ ഈ ബൃഹത് സംവിധായകൻ ആരാണെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിനകത്ത് എന്ത് അപരാധമാണുള്ളത്? ഒരു സംവിധായകൻ ഇതിന്റെ പുറകിലുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള അപരാധവുമില്ല, അല്ലെ? അപ്പൊ ഈ സംവിധായകൻ ഉണ്ടോ എന്ന് നമുക്ക് റിലീജിയന്റെ സ്ഥലത്തേക്ക് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ? അവിടുന്ന് ഒരു ഉത്തരവും കിട്ടില്ല. നമ്മൾ പള്ളിക്കാട്ടിൽ ചോദിച്ച മാതിരി എന്ന് പറയില്ലേ, അതുപോലെയാണ്. അവിടുന്ന് നമുക്ക് ഒരു കൺവിൻസിങ് ആൻസറും കിട്ടില്ല. പിന്നെ നമുക്ക് ചോദിക്കാനുള്ളത് നമുക്കൊക്കെയും ആശ്രയമായിട്ടുള്ള സയൻസിനോടാണ്. ഇപ്പൊ സയൻസ് നമ്മളടുത്ത് പറയുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആൻസർ എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക്, ഇത് ഭൗതികമായിട്ടുള്ള ഫിസിക്കൽ ഫോഴ്സിന്റെ അന്ധമായിട്ടുള്ള അതിന്റെ ഇൻട്രൻസിക് സ്വഭാവമാണെന്നാണ് പറയുന്നത്. അതായത് ജീവന്റെ പുറകിലിരിക്കുന്നത് ആരുടെയും ഇന്റലിജൻസ് അല്ല. ജീവന്റെ പുറകിലിരിക്കുന്നത് ആരുടെയും ഇന്റലിജൻസ് അല്ല, മറിച്ച് എന്താണ്? ഫിസിക്കൽ ഫോഴ്സസിന്റെ, കെമിക്കൽ റിയാക്ഷൻസിന്റെ. ബ്ലൈൻഡ് ആണ്. അവർക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? മനുഷ്യന് ഒരു മൊബൈൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെയാണ് ലക്ഷ്യത്തിലുള്ള ഒരു പ്രൊഡക്റ്റായി മാറുന്നത് ഇത്. പക്ഷേ ഫിസിക്കൽ ഫോഴ്സസിന്റെ ഇൻട്രിൻസിക് സ്വഭാവത്തിൽ അത് ചെയ്യുന്ന അതിന്റെ രാസ സ്വഭാവം അതിൽ അന്തർലീനമാണ്, യൂണിവേഴ്സലി അതിനകത്ത് അന്തർലീനമാണ്. ആ സ്വഭാവമാണ് ജീവന്റെ പുറകിലിരിക്കുന്നത് എന്നാണ് ഭൗതികപരമായിട്ടുള്ള ഏറ്റവും മികവാർന്ന ഉത്തരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മനുഷ്യന്റെ അവസാനത്തെ ചോദ്യം വരുന്നത്, അപ്പോ ഈ ഫിസിക്കൽ ഫോഴ്സസിന്റെ പുറകിൽ എന്താണ് എന്നുള്ളത്. ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് ഗ്രന്ഥകാരന് മുന്നോട്ട് വെക്കുന്നത്. ഫിസിക്കൽ ഫോഴ്സസിന്റെ പുറകിൽ എന്താണ്, അല്ലെങ്കിൽ എന്ത് അപരാധമാണ് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ ശാസ്ത്രലോകം അതിന് പുറകിലേക്ക് അന്വേഷിക്കുന്നതിന് എനിക്കറിയില്ല ശാസ്ത്രത്തിന് അതിന് എന്തെങ്കിലും ബയാസ് ഉണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ബയാസ് ഉണ്ടെന്ന്. എനിവേ, തെരഞ്ഞു ചെല്ലുകയാണെങ്കിൽ രാസ പ്രക്രിയകൾക്കിടയിലാണ് ജീവനെ കാണാൻ പറ്റുന്നത്. ഭൗതിക ശാസ്ത്രത്തിന്റെ ഭൗതികമായിട്ടുള്ള ഫോഴ്സുകൾക്കിടയിലാണ് നമുക്ക് ജീവനെ കാണാൻ പറ്റുന്നത്. തിരഞ്ഞു ചെല്ലുന്ന ആർക്കും അവിടെ വരെയാണ് എത്താൻ പറ്റുന്നത്. അതിന്റെ പുറകിലായിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ, അതൊരു ദൈവമാണെങ്കിൽ അതിന്റെ യാതൊരു ഭാരവും എടുക്കാൻ ശാസ്ത്രത്തിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. കാര്യം ശാസ്ത്രം എംപിരിക്കലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും ഇതുപോലെ ഒരു ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാരത്തെ ശാസ്ത്രത്തിന്റെ മേലെ വെച്ചു കൊടുക്കാൻ പറ്റില്ല. ശാസ്ത്രം ഒരിക്കലും അതുണ്ടെന്ന് പറയില്ല. ശാസ്ത്രം പറയുന്ന ഒരൊറ്റ വാക്ക് ആകസ്മികം, യാദൃശ്ചികത. ദാറ്റ് ഈസ് സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ്, ബിക്കോസ് അത് വളരെ നിഷ്കളങ്കമാണ്. താങ്ക് യു സോ മച്ച്.